ഇന്ന് രാവിലെ ഞാൻ ഹാർവെസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഈ പൊട്ടുവെള്ളരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിഭാഗം മാത്രമേ പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും നോക്കിയേ, നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ആ ബൾബ് പോലെ പഴുത്തു നിന്നിരുന്ന ഭാഗം ഞാൻ രാവിലെ തന്നെ കഴിച്ചു നോക്കിയിരുന്നു കേട്ടോ. ആ മുറിച്ച് കളഞ്ഞ ഭാഗത്ത് ഞാനൊരു ക്ലിംഗ് റാപ്പ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അമ്മ നോക്കിയപ്പോൾ അത് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ അപ്പം തന്നെ മുറിച്ചേക്കാമെന്ന് കരുതി മുറിച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹോം ഗ്രോൺ സ്നാപ്പ് മെലൺ അഥവാ പൊട്ടുവെള്ളരി പൊട്ടിക്കുകയാണ്. ഈ പൊട്ടുവെള്ളരിയുടെ വിത്തുകൾ ഞാൻ വാങ്ങിയതല്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഒരു പൊട്ടുവെള്ളരി വാങ്ങിച്ചിരുന്നു. അതിന്റെ വിത്തുകൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ്. അങ്ങനെ ഈ വർഷം ജനുവരി ആയപ്പോൾ വിത്തുകൾ പാകി മുളപ്പിച്ചതാണ്. ഫെബ്രുവരി അവസാനമായപ്പോഴേക്കും എനിക്കിതേ ഫസ്റ്റ് കായ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഉൾവശം നല്ല പഞ്ഞി പോലെ ഇരിക്കുമായിരുന്നു. ഞാൻ ഈ പൊട്ടുവെള്ളരി ആദ്യമായിട്ടാണ് കേട്ടോ വളർത്തുന്നത്. അങ്ങനെ ആദ്യമായിട്ടുണ്ടായ കായാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചെറിയ പീസ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഈ വിത്തുകൾ സ്കൂപ്പ് ചെയ്ത് മാറ്റുവാണ്. വിത്തുകൾ കളയണ്ട കേട്ടോ. അടുത്ത ക്രോപ്പിന് വേണ്ടിയിട്ട് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. വിത്തുകൾ ഉണക്കി സൂക്ഷിക്കുമ്പോൾ ഒരു സിപ്ലോ കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ വിത്തുകൾ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. വിത്തുകൾ സ്കൂപ്പ് ചെയ്ത് കളഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് കഴിച്ചു നോക്കുകയാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. പൊട്ടുവെള്ളരിയുടെ കാര്യം നിങ്ങൾക്കറിയാലോ, ചെറുതായിട്ടൊരു മധുരം മാത്രമേ ഉള്ളൂ. അത് കണ്ടോ, ഇതിന്റെ ഫ്ലഷ് ഐസോ അല്ലെങ്കിൽ ഐസ്ക്രീം പോലെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. പൊട്ടുവെള്ളരി നമുക്ക് ജ്യൂസ് വടിച്ചു കുടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ചിട്ട് പഞ്ചസാരയും കൂട്ടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക. അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ വെറൈറ്റി ഫാർമർ സുജിത്തേട്ടനില്ലേ, സുജിത്തേട്ടൻ തോട്ടത്തിലിരുന്ന് തന്നെ പൊട്ടുവെള്ളരി പറിച്ച് ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ പഞ്ചസാരയും ഇട്ട് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതിയാവും. അപ്പം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. സൂപ്പറായിരുന്നു. നിങ്ങൾ ഇതുവരെ പൊട്ടുവെള്ളരി വളർത്തി നോക്കിയിട്ടില്ലെങ്കിൽ വളർത്തി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ്. ഡിസംബർ മാസം 29-ാം തീയതിയാണ് കേട്ടോ ഞാൻ ഈ സ്നാപ്പ് മെലൺ അഥവാ പൊട്ടുവെള്ളരിയുടെ വിത്തുകൾ പാകിയത്. ഇന്നതെ ഫെബ്രുവരി 24 ആയപ്പോഴേക്കും ആദ്യത്തെ മെലൺ എനിക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.